ഹലോ ഗൈസ്, നമ്മളിനി അടുത്ത് വരയ്ക്കാൻ പോകുന്നത് ഓൾ ഡാംസ് കപ്ലിംഗ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ വരുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം 4 പാർട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ പാർട്ടായ ഫ്ലാഞ്ചാണ് വരയ്ക്കുന്നത്. ഇതാണ് ഫ്ലാഞ്ച്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. ന്യൂ മെട്രിക്കിൽ സ്റ്റാൻഡേർഡ് mm.iam. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ഈ XY പ്ലെയിനാണ് സ്കെച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനിവിടെ എക്സ്ട്രൂഡ് ടൂൾ ഉപയോഗിക്കണത്. റിവോൾവ് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ ഞാൻ എക്സ്ട്രൂഡ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തെ ഡയമെൻഷൻ നമുക്ക് 144 ഡയാമീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ 144 ഡയാമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചിട്ട് 36 എക്സ്ട്രൂഡ് ചെയ്യുക. അപ്പോൾ സർക്കിൾ ടൂൾ എടുത്തു, 144 ഫിനിഷ് സ്കെച്ച് കൊടുത്ത് എക്സ്ട്രൂഡ് 36. ഇനി ഇവിടെ വരയ്ക്കേണ്ടത് ഈ ഒരു സർക്കിളാണ്, ഇതുമ്പോൾ തന്നെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഞാനിവിടെ ഒരു 96ൻ്റെ ഒരു സർക്കിൾ വരയ്ക്കും. 96ആണിത്. 96ൻ്റെ ഒരു സർക്കിൾ വരയ്ക്കും. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇതിൻ്റെ അറ്റം പോയിൻ്റ് വരെയുള്ള ലെങ്ത്താണ് 84 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 84ൽ നിന്ന് 36 കുറയ്ക്കണം. അതായത് 48ആണ് ഇതിൻ്റെ ഒരു ഈ ഒരു എക്സ്ട്രൂഡ് ചെയ്യേണ്ട ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്താണ് ഇവിടെ തന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു അറ്റം പോയിന്റിലേക്ക് വരെയുള്ള ലെങ്ത്താണ് തന്നത് 84. അപ്പോൾ 84 - 36 ചെയ്യുമ്പോൾ ഈ ഒരു ലെങ്ത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫേസിൽ ന്യൂ സ്കെച്ച് കൊടുക്കണം. അവിടെ ഞാൻ ഒരു സർക്കിൾ 96 ഡയാമീറ്ററിൻ്റെ ഒരു സർക്കിൾ വരയ്ക്കണം. ഇതിന് എന്നിട്ട് ഞാൻ ഫിനിഷ് സ്കെച്ച് കൊടുത്ത് എക്സ്ട്രൂഡ് കൊടുക്കണം. ഇതിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് അടിക്കാൻ പറ്റും. അതായത് 84 - 36, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് 48 അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ വേണ്ടത് ഒരു ഹോളാണ്. അതായത് ഇവിടെ ഒരു ഹോളോ തരത്തിലാണ് വരേണ്ടത് ഈ ഷാഫ്റ്റ് കയറി പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഈ ഹോളിൻ്റെ ഡയാമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 48. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫേസിൽ നമുക്ക് ന്യൂ സ്കെച്ച് കൊടുക്കാം. ഞാൻ ഈ ഫേസിൽ ന്യൂ സ്കെച്ച് കൊടുക്കും. അപ്പോൾ ഈ ഫേസിൽ ന്യൂ സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു സർക്കിൾ ഞാൻ 48 ഡയാമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കണം. 48 ഡയാമീറ്ററിലുള്ള സർക്കിൾ. ഇനി അതിന് ഞാൻ എക്സ്ട്രൂഡ് ചെയ്യണം. ഇവിടെ എക്സ്ട്രൂഡ് കട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്ട്രൂഡ് കട്ട് നമുക്ക് ത്രൂ ഔട്ട് കട്ട് വേണം. ത്രൂ ഔട്ട് കട്ട് വരാൻ വേണ്ടിയിട്ട് ത്രൂ വോൾ എന്ന് പറയുന്ന ഈ ഒരു ഇത് കൊടുക്കുക. അപ്പോൾ ത്രൂ വോൾ കട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു തരത്തിൽ ഫ്ലാഞ്ചിൻ്റെ ഈ ഒരു ഭാഗം ജനറേറ്റ് ആയിട്ട്. പക്ഷേ നമുക്കിതിൽ ഇവിടെ കാണാം ഒരു സ്ലോട്ട്. ഈ ഒരു സ്ലോട്ട് വേണം ഈ ഒരു ഡിസ്കിൻ്റെ ഈ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന പോർഷൻ ഈ സ്ലോട്ടിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ ഈ സ്ലോട്ട് വരയ്ക്കാനായിട്ട് അവിടെ നമുക്ക് ആകെ തന്നാണ് ഒരു ഡയമെൻഷൻ തന്നിട്ട് 22. അപ്പോൾ ഈ ഒരു സ്ലോട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യും. ഈ ഒരു ഫേസ് ഞാൻ എന്ത് ചെയ്യും? ന്യൂ സ്കെച്ച് കൊടുക്കും. ന്യൂ സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട്, ഈ റെക്റ്റാങ്കിൾ അല്ല, 2 പോയിൻറ്റ് സെൻറ്റർ റെക്റ്റാങ്കിൾ. 2 പോയിൻറ്റ് സെൻറ്റർ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു സെൻറ്റർ പോർഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് അവിടെ ഡയമെൻഷൻ തന്നിട്ട് 22. അതായത് ഈ ഒരു ബ്രെഡ്ത്ത് നമുക്ക് തന്നത് 22ആണ്. ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റെക്റ്റാങ്കിൾ എപ്പോഴും സർക്കിളിൻ്റെ പുറത്തേക്ക് വരണ്ട, പുറത്തേക്ക് വന്ന് നിൽക്കണം. ആ തരത്തിൽ വേണം ഈ ഒരു ലെങ്ത്ത് കൊടുക്കാനായിട്ട്. ലെങ്ത്ത് നമുക്ക് പുറത്തേക്ക് വന്ന് നിന്നാൽ മതി ഡയറക്റ്റ്. അപ്പോൾ ഇത് കൊടുത്തു. ഇതിനെ ഫിനിഷ് സ്കെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. കട്ട് ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 15. അതായത് ഈ ഒരു സ്ലോട്ടിൻ്റെ എത്രത്തോളം നമുക്ക് എക്സ്ട്രൂഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയണം എന്നുള്ള ഡിസ്റ്റൻസാണ് 15 എന്നാണ് അവിടെ. അപ്പോൾ 15 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ സ്ലോട്ട് കട്ടായി. ഇനി നമുക്കിവിടെ ശരിക്കും കാണില്ല, പക്ഷേ ഇവിടെ വേറൊരു സംഗതി കൂടി ഉണ്ട്. കീവേ ഉണ്ട് ഇവിടെ. കറക്റ്റായിട്ട് ഫിഗറിൽ കാണില്ല. അത് ഒരു കീവേയും കൂടി കട്ട് ചെയ്യണം. അതായത് ഈ ഷാഫ്റ്റിൽ ഇറങ്ങി വരുമ്പോൾ ഈ കീ നമുക്ക് കയറാനായിട്ടൊരു കീവേയും കൂടി ഉണ്ട് ഈ സൈഡിൽ. ശരിക്കും അത് ആക്ച്വലി കൊടുക്കണം അത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഫേസ് എന്ത് ചെയ്യാം?
സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഇപ്പുറത്തെ ഫേസ് സെലക്ട് ചെയ്യാം. ഇപ്പുറത്തെ ഫേസ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ന്യൂ സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരയ്ക്കാം. അപ്പോൾ ഇതിൽ കീ കടന്നു പോകാനായിട്ട് ഇവിടെ നമുക്ക് ടാപ്പർ കീൻ്റെ ഡയമെൻഷൻ തന്നിട്ട് 14 9 110 14 9 110. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഇതിൽ 14 എന്ന് പറയുമ്പോൾ എന്തായാലും ഇതായിരിക്കും ഡയമെൻഷൻ, ഈ ഒരു ഹൈറ്റ് ആയിരിക്കും 14 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 110. ഇതാണ് 9 എന്ന് പറയുന്ന ഡയമെൻഷൻ, ഈ ഒരു ഇത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ടാപ്പർ കീ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഏരോ ഇവിടെ ഡിഫൈൻ ചെയ്താണ് ഈ ഒരു ഫേസിലാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ടാപ്പറിങ് വരുന്നത്. അതായത് ഇവിടെ നിന്ന് കൂടി വന്ന് ഇവിടെ നിന്ന് അങ്ങനെ വരുമ്പോൾ കുറഞ്ഞു വരും. അതായത് ഈ 9 എന്ന് പറയുന്ന ഡയമെൻഷനാണ് ഇവിടെ വരുമ്പോൾ കുറഞ്ഞ് എത്ര ഏതെങ്കിലും ഒരു 7 8 എങ്ങനെ ആയിട്ടുണ്ടാവും. 7 8 ഇടയ്ക്കായിട്ടൊരു വാല്യൂ വരും അത്. അപ്പോൾ ഞാനിവിടെ ടാപ്പറിൻ്റെ റേഷ്യോ ഉപയോഗിക്കുന്നത് 1:100 തന്നെയാണ്. ഇവിടെ ഓൾറെഡി തന്നിട്ടില്ല, ടാപ്പർ റേഷ്യോ ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് 1:100 എന്നുള്ള റേഷ്യോയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ലോട്ട് കട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സ്ലോട്ട് കട്ട് ചെയ്യാനായിട്ട് 14 ഇതും 14 9 വേണം ഡയമെൻഷൻ ഇവിടെ ഒരു സ്ലോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2 പോയിൻ്റ് റെക്റ്റാങ്കിൾ തന്നെ എടുത്തു. അതിലത് ഈ ഒരു പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത്ത് എന്ന് പറയണത് ഈ ഒരു ഇപ്പോൾ കാണിക്കുന്ന ഇതെന്ന് പറയണത് 14 ആക്കിയിട്ടും മറ്റേത് ഞാൻ 9 ആക്കിയിട്ടും കൊടുത്തു. കാരണം ഇവിടെ ഈ ഒരു സൈഡ് തന്നെയാണ് 14 ആയിട്ട് എടുത്തത്, ഈ ഒരു സൈഡാണ് 9 ആക്കി എടുത്തത്. അപ്പോൾ ആ ഒരു ഡയമെൻഷൻ തന്നെ ഇവിടെയും വരണം. ഈ ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ളത് 14 കൊടുക്കുക, ഈ ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്നത് 9 കൊടുക്കുക. അപ്പോൾ ഞാൻ വെർട്ടിക്കൽ 14 കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് ഹൊറിസോണ്ടലായിട്ടുള്ളത് 9 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കീവേഡ് ഞാൻ സെലക്ട് ആയി. ഇനി ഞാൻ ഫിനിഷ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ എക്സ്ട്രൂഡ് കട്ട് കൊടുക്കും. ഇതിനെ കട്ട് ചെയ്യും. ഇതിനെ ത്രൂ ഔട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ത്രൂ ഹോൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അതേ കീ വേയും കൂടിയും സെറ്റായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഫ്ലാഞ്ച് പാർട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സേവ് ചെയ്യാം. Ctrl+, ഫ്ലാഞ്ച്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് വരയ്ക്കാൻ പോണ പാർട്ട് എന്ന് പറയുന്നത് ഡിസ്ക്കാണ്. അപ്പോൾ ഡിസ്കിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം ആദ്യം വരയ്ക്കണം. ഈ സർക്കുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ആദ്യം വരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 144 തന്നെയാണ് ഡയമീറ്റർ വരുന്നത്. ഞാനൊരു സർക്കിൾ 144 ഡയമീറ്ററിൽ വരയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ ന്യൂവിൽ സ്റ്റാൻഡേർഡ് ഡയമണ്ട് ക്രിയേറ്റ് കൊടുക്കുക. ഞാൻ എടുക്കുന്നത് പ്ലെയിൻ എന്ന് പറയുന്നത് YZ പ്ലെയിൻ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ സർക്കിൾ 144 ഡയമീറ്ററിൽ വരയ്ക്കണം. ഇതിനെ ഫിനിഷ് സ്കെച്ച് കൊടുക്കും. ഫിനിഷ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് എക്സ്ട്രൂഡിൻ്റെ ലെങ്ത്ത് നമുക്ക് തന്നത് 12ആണ്. ഈ ഒരു ലെങ്ത്താണ് 12ആണ് തന്നത്. അപ്പോൾ 12 ആകുമ്പോൾ അതിനെ എക്സ്ട്രൂഡ് ചെയ്യുക. 12 ഇതിൽ എക്സ്ട്രൂഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ ഈ ഒരു സ്ലോട്ട് ഇത് വരയ്ക്കണം. ഈ ഒരു ബൾജ് നീക്കണ പോർഷൻ വരയ്ക്കണം. ഒരെണ്ണം ഇപ്പുറത്തും ഒരെണ്ണം ഇപ്പോൾ തരത്തിൽ വെർട്ടിക്കലായിട്ടും ഒരെണ്ണം ഈ അപ്പുറം ഭാഗത്ത് ഹൊറിസോണ്ടലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ സ്ലോട്ട് കട്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് റെക്റ്റാങ്കിളാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഈ ഒരു ഫേസിൽ ഞാൻ സെലക്ട് ചെയ്തു, ന്യൂ സ്കെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 പോയിൻ്റ് സെൻറ്റർ തന്നെ റെക്റ്റാങ്കിളാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ്. മറ്റേ ഈ ഒരു ഭാഗത്തെ വെർട്ടിക്കലായിട്ടുള്ള പോർഷൻ നമുക്ക് ലെങ്ത്ത് തന്നിട്ടില്ല. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 22 എന്ന് പറയുന്ന ഈ ഡയമെൻഷൻ കറക്റ്റായിട്ട് 22 അടിച്ചു കൊടുത്തിട്ട് ടാബ് അടിച്ച് എന്ത് ചെയ്യുക, ഇതിനെ പുറത്തേക്കാക്കി വയ്ക്കുക. പുറത്തേക്ക് ആക്കിയിട്ട് പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കും. അതായത് ഈ ഒരു സർക്കിൾ ഞാൻ എന്ത് ചെയ്യും, ഈ 144 തന്നെ ഒരു സർക്കിൾ വരയ്ക്കും.
144 ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ട് ട്രിം ടൂൾ ഉപയോഗിക്കണം. അതിന് മുമ്പായിട്ട് ഈ 22 എന്നുള്ള ഡയമെൻഷൻ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ട്രിം ചെയ്യുമ്പോൾ ഇത് ട്രിം ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗം ഞാൻ കളയും. ഈ വെറുതെ ബൾജായിട്ടിരിക്കുന്ന പോർഷനില്ലേ അതൊന്ന് കളയും. ഈ ഡയഗണൽ പോർഷനൊന്ന് ജസ്റ്റ് കളയാം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്കിനി ഇവിടേക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിനിഷ് സ്കെച്ച് കൊടുക്കുക, എക്സ്ട്രൂഡ് എടുക്കുക, ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 12 ഇത് സ്ലോട്ട് 15 ഉണ്ടെങ്കിലും ഇവിടെ വരുന്ന ഈ ബൾജ് ചെയ്ത പോർഷനും 12 ഉള്ളൂ. അവർക്ക് ചെറിയൊരു ക്ലിയറൻസ് വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു പോർഷൻ 12 തന്നെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ തന്നെ അപ്പുറത്തെ ഫേസും ഇതേപോലെ തന്നെ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന പോർഷൻ വരയ്ക്കണം. പക്ഷെ അത് ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ വെർട്ടിക്കലായിട്ടാണ് വരച്ചതെങ്കിൽ മറ്റേത് ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കണം. അപ്പോൾ ഞാൻ അപ്പുറത്തെ ഫേസിൽ ന്യൂ സ്കെച്ച് കൊടുത്തു, റെക്റ്റാങ്കിൾ 2 പോയിൻ്റ് എടുത്തു, 2 പോയിൻറ്റ് സെൻറ്റർ റെക്റ്റാങ്കിൾ എടുത്തു. ഈ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് ഇപ്പോൾ ഇപ്പോൾ ഈ ലെങ്ത്താണ് നമുക്ക് ഈ ഹൊറിസോണ്ടലാണ് നമുക്ക് ഡയമെൻഷൻ കൊടുക്കാൻ ചോദിക്കണം. ടാബ് അടിച്ചിട്ട് എന്ത് ചെയ്യുക, മറ്റേ സൈഡിൽ 22 കൊടുക്കുക. എന്നിട്ട് ഇതിനെ ടാബ് അടിച്ചിട്ട് ഇതിനെ പുറത്തേക്കാക്കി ഒന്ന് ജസ്റ്റ് വയ്ക്കുക. പിന്നെ ഒരു സർക്കിള് അവിടെ 144 ഇതിലൊരു സർക്കിൾ വരയ്ക്കുക. 144 ഇതിൽ സർക്കിൾ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 22 എന്നുള്ളതൊരു ഡയമെൻഷൻ ഒന്ന് കളയുക. ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പുറത്തേക്ക് ആയി നിൽക്കണം ഈ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ട്രിം ചെയ്ത് കളയുക. എന്നിട്ട് ഈ 2 ഡയഗണലൊന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഫിനിഷ് സ്കെച്ച് കൊടുക്കുക, എന്ത് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യുക. നമ്മുടെ നേരത്തെ ചെയ്ത 12 തന്നെയാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ഡിസ്ക് ജനറേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സേവ് ചെയ്യാം. കൺട്രോൾ+, ഡിസ്ക്. ഓക്കെ, നമ്മളങ്ങനെ ഡിസ്ക് വരച്ച് കഴിഞ്ഞു. ഇനി നമ്മളടുത്ത് വരയ്ക്കാൻ പോകുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഷാഫ്റ്റ് എൻഡാണ്. അപ്പോൾ ഷാഫ്റ്റ് എൻഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 48 ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് നമുക്കൊരു ഏതാണ്ട് എക്സ്ട്രൂഡ് ചെയ്യുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഈ ടാപ്പർ കീയുടെ അനുസരിച്ച് എടുക്കാം. അപ്പോൾ ടാപ്പർ കീ മൊത്തത്തിൽ 110 ഉണ്ട്. അപ്പോൾ ഒരു 120 130 റേഞ്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് 130 റേഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ന്യൂ കൊടുക്കുക, standardmm.im. അതിൽ സ്കെച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് വൈസഡ് തന്നെ. അതിൽ സർക്കിൾ ഞാൻ എന്ത് ചെയ്യണു, 48 ഡയമീറ്ററുള്ള ഒരു സർക്കിൾ വരച്ച് ഇതിനെ ഫിനിഷ് സ്കെച്ച് കൊടുത്ത് എക്സ്ട്രൂഡ് ചെയ്യണു. 130 ഞാൻ എക്സ്ട്രൂഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 130 ഒരു എക്സ്ട്രൂഡ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു കീവേ ജനറേറ്റ് ചെയ്യണം. ഇവിടെ ഒരു കീവേ ജനറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യണം. ഈ ഒരു ഫേസിൽ ഞാൻ വെർട്ടിക്കലായിട്ടുള്ള വരുന്ന ഈ ഒരു ഇത് എത്ര 44 കൊടുക്കണം. കാരണം വെർട്ടിക്കലാണ് ഇവിടെ ഹൈറ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പം വെർട്ടിക്കൽ 14 കൊടുക്കുക. ഈ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ളത് 9 കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫേസ് ഞാൻ ന്യൂ സ്കെച്ച് കൊടുത്തു. ഇവിടെ ഞാൻ റെക്റ്റാങ്കിൾ 2 പോയിൻറ്റ് സെൻറ്റർ റെക്റ്റാങ്കിൾ ഉപയോഗിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഞാൻ ഇവിടെ ഹൊറിസോണ്ടൽ ഹൈറ്റുള്ള ഹൈറ്റ് ഞാൻ 9 കൊടുത്തു. ടാബ് അടിച്ച് മറ്റേ ഹൈറ്റ് 14 കൊടുത്തു. ഓക്കെ, ഫിനിഷ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിതിനെ എക്സ്ട്രൂഡ് ചെയ്യണം. എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ടാപ്പർ കീൻ്റെ ലെങ്ത്ത് 110 എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ ഇത്തിരി കൂടി കൂട്ടി കൊടുക്കുക. അതായത് 120 ഞാൻ അവിടെ എക്സ്ട്രൂഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 120 ഞാൻ കട്ട് കൊടുത്തു. ഈ ഒരു ഫേസ് ഞാൻ സെലക്ട് ചെയ്തു. 130 120 ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും, ഇതിനെ ജസ്റ്റ് ഒരു ഫില്ലറ്റ് കൊടുക്കണം. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ഫില്ലറ്റ് കൊടുക്കണം. അപ്പോൾ ഫില്ലറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഫില്ലറ്റ് അല്ല, ഈ ഒരു ഏരോ പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റൗണ്ട് ഫില്ലറ്റ് ഉണ്ട്. അതായത് 3 ഫേസ് സെലക്ട് ആയിട്ട് ഫില്ലറ്റ് വരുന്ന തരത്തിൽ. അപ്പോൾ ഈ ഫുൾ റൗണ്ട് ഫില്ലറ്റ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഫേസ്, അതായത് ഈ ഒരു ഫേസ്, പിന്നെ ഈ ഒരു ഫേസ്, പിന്നെ ഈ ഒരു ഫേസ്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഫില്ലറ്റ് വന്നോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷാഫ്റ്റ് എൻഡ് കഴിഞ്ഞു. ഇനി നമുക്ക് സേവ് ചെയ്യാം. ഷാഫ്റ്റ് എൻഡ്
ഓക്കെ, ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോണ പാർട്ട് ടാപ്പർ കീയാണ്. അപ്പോൾ ടാപ്പർ കീക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു പാർട്ട് ജനറേറ്റ് ചെയ്തു. വൈസഡ് പ്ലെയിനിലല്ല ഞാൻ സ്കെച്ച് ഉപയോഗിക്കണം. അതിൽ ഇവിടെ ടാപ്പറിങ് വരണ ഈ സൈഡ് ഞാൻ പറഞ്ഞല്ലോ, അതായത് 9 ഈ ഹൊറിസോണ്ടലായിട്ട് വരണ ഈ ലെങ്ത്ത് 9 ടാപ്പറിങ് വരണത്. അതായത് 9 എന്നുള്ളത് ഇവിടെ ഒരു 7 പോയിൻറ്റ് സംതിങ് അങ്ങനെ വരാം, 7 പോയിൻറ്റ് സംതിങ് എന്തെങ്കിലും വരാം. അപ്പോൾ ഞാനിവിടെ 1:100 ഇവിടെ ടാപ്പറിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം ഞാൻ 110 ഇതിൻ്റെ ടാപ്പർ കീയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 100 വരച്ചിട്ട് നമുക്കിവിടെ വരയ്ക്കാൻ പറ്റില്ല. ഇത് ഞാനിവിടെ നേരത്തെ ഫ്ലാഞ്ചർ കപ്ലിങ്ങിൽ ടാപ്പർ കീ വരയ്ക്കേണ്ട തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഈ 9 എന്നുള്ള ലെങ്ത്താണ് ടാപ്പറിങ് വരുന്നത്. അത് ഈ ഒരു ഫേസ് നമുക്ക് ഇവിടെ ടാപ്പർ കീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസാണ് നമുക്ക് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫേസാണ് ഇവിടെ ടാപ്പറിങ് വരേണ്ടത്. ഇവിടെ ഹൈറ്റ് കൂടുതലായിരിക്കും, ഇവിടെ വരുമ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഫേസാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതായത് 9 ഈ 9 110 പിന്നെ ഇത് 7 പോയിൻറ്റ് സംതിങ് വരും, പിന്നെ ഇത് ടാപ്പറിങ് വരണ ആ ഒരു ലൈൻ. അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കണത് എന്ത് ചെയ്യും, ഒരു ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് 9 എന്നുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ 110 നമുക്ക് 1:100 എന്നുള്ള റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ 200 അടിയിൽ വരയ്ക്കണത്. 200 mm അടിയിൽ വരയ്ക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് 1:100 എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് 100 mm കഴിയുമ്പോൾ 1 mm വെച്ച് കുറയണം. അതായത് ഇവിടെ ഞാൻ 100 mm വരും, ഇവിടെ വരെ 100 mm ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് 9 എന്നുള്ള ഹൈറ്റ് 8 മാറണം. 200 ആകുമ്പോൾ 9 എന്നുള്ള ഹൈറ്റ് 7 മാറണം. അപ്പോൾ 1:100 എന്നുള്ള റേഷ്യോ ആകുമ്പോൾ ഞാനിവിടെ 200 mm കഴിയുമ്പോൾ 9 എന്നുള്ളത് 7 mm ആയിട്ട് കുറയും. ഇവിടെ 7 എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഈ ഒരു ടാപ്പർ എന്നുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:100 അപ്പോൾ ഇതിന് ഞാനൊരു ജസ്റ്റ് ഇതിന് വെറുതെ നമുക്ക് 110 mm പോരെ ആകെ ടാപ്പറിന്. അപ്പോൾ ഞാനൊരു പോയിൻ്റ് എടുത്തു. ഒരു പോയിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും അടിഭാഗത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് അതിനൊരു ഡയമെൻഷൻ കൊടുത്തു. ആ ഡയമെൻഷൻ ഈ ഒരു ലൈനിൽ നിന്നും ഈ ഒരു പോയിന്റിൽ നിന്നുള്ള ലെങ്ത്ത് ഞാൻ എത്ര 110 കൊടുത്തു. 110 കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ലൈൻ കൂടി വരച്ചു. അപ്പോൾ ഇതാണ് എന്ത് 1:100 110 വരണ നമ്മുടെ ടാപ്പർ കീയുടെ സ്കെച്ച്. ഇതിനെ ഫിനിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്യേണ്ട ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നത് 14 നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. 14 എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ടാപ്പർ കീ ആയി. അപ്പോൾ നമ്മുടെ 4 പാർട്ടും കംപ്ലീറ്റ് ആയിട്ട് പിന്നെ സേവ് ചെയ്തിട്ട് ഓക്കെ, 4 പാർട്ടും കംപ്ലീറ്റ് ആയിട്ട് ഇനിയുള്ളത് അസംബ്ലിയാണ്. അങ്ങനെ നമ്മുടെ ടാപ്പർ കീ കൂടി സെറ്റാക്കിയിട്ട് ഇനി നമുക്ക് അസംബിൾ ചെയ്യാം. അസംബിൾ ചെയ്യാനായിട്ട് ന്യൂവിൽ മെട്രിക്കിലെ സ്റ്റാൻഡേർഡ് mm.iam അസംബ്ലിയിലെ സ്റ്റാൻഡേർഡ് mm.iam ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഓരോന്നോരോന്ന് പ്ലേസ് ചെയ്യാണ്. ആദ്യം തന്നെ ഞാൻ ഷാഫ്റ്റാണ് കൊണ്ടുവരുന്നത്. ഷാഫ്റ്റും ടാപ്പർ കീനെയും ആദ്യം കൊണ്ടുവരാം. അപ്പോൾ ഷാഫ്റ്റിനെ ഇങ്ങനെ ഒരു സൈഡിൽ വയ്ക്കണം, ഈ ഒരു തരത്തിൽ വയ്ക്കാം. എന്നിട്ട് ടാപ്പർ കീനെ കൊണ്ടുവരാം. ഞാൻ ആദ്യം തന്നെ ഷാഫ്റ്റ് എൻഡിനെ കൊണ്ടുവരാണ്. ഫസ്റ്റത്തെ ഒരു ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഈ ഒരു ഓർഡറിൽ അതിനനുസരിച്ച് എന്താ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ആ ഒരു ഓർഡറിൽ അങ്ങനെ വയ്ക്കുകയാണ്. ഈ കോർണർ സെലക്ട് ചെയ്ത ഒരു ഐസോമെട്രിക് ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ ഒരു തരത്തിൽ ഞാനിങ്ങനെ പ്ലേസ് ചെയ്തു. ഇനി ഞാൻ ടാപ്പർ കീനെ കൊണ്ടുവരാണ്. ടാപ്പർ കീനെ കൊണ്ടുവന്നിട്ട് ഇതിൽ വേറൊരു കാര്യം നമ്മൾ വിട്ടുപോയി. ടാപ്പർ കീക്ക് നമുക്ക് എന്ത് കൊടുത്തില്ല, ഒരു ഏതാണ് വലിയ എൻഡ് എന്നുള്ളത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു എൻഡാണ് വലിയ എൻഡ്. ഈ ഒരു സൈഡ് നോക്കുമ്പോൾ ഇതാണ് വലിയ എൻഡ്, ഇതാണ് ചെറിയ എൻഡ്. അപ്പോൾ ഞാൻ ഇതിനെ ഈ ഒരു ഭാഗത്തിനെ ഒന്ന് ജസ്റ്റ് ടൂളിൽ പോയിട്ട് എന്ത് ചെയ്യുക, അപ്പിയറൻസ് എടുക്കുക. അപ്പിയറൻസിൽ ഹോമിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഓട്ടോ ഡെസ്ക് മെറ്റീരിയലിൽ
ഈ അഗ്രഗേറ്റ് എന്നുള്ള ഒരു പോർഷനിൽ ഞാൻ ഈ ഏരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു അപ്പിയറൻസ് അവിടെ വന്നു. അപ്പോൾ ഈ ഒരു ഫേസ് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഒന്ന് കൺട്രോൾ സേവ് ചെയ്യണം. സേവ് ചെയ്തില്ലെങ്കിൽ അവിടെ കാണിക്കില്ല, അസംബ്ലിയിൽ കാണിക്കില്ല. അപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ടാപ്പർ കീനെ കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഇതിനെ ഒന്ന് വൈയിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇപ്പം എന്നെ ഫേസ് ചെയ്തിരിക്കണ ആ ഒരു ഫേസാണ് ഞാൻ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തത്. ഇതിനൊന്ന് ഇനി എന്ത് ചെയ്യണം, സെഡിൽ റൊട്ടേറ്റ് ചെയ്യുക. സെഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് ആ ഒരു നമ്മുടെ ഇതിൽ വരും. സെഡിൽ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ട് ഓക്കെ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഒന്ന് ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ കണ്ട ഈ ഒരു ഭാഗം തന്നെയാണ് ടാപ്പറിങ് വരുന്നത്, ഈ ഒരു ഫേസ്. നമുക്ക് നോക്കിയാൽ കാണാം, അതായത് ഈ ഒരു ഫേസാണ് ടാപ്പർ വേണ്ട ഫേസ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയണതും ഈ ഒരു ഫേസ് തന്നെയാണ് ടാപ്പറിങ് വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കൺസ്ട്രെയിൻ ചെയ്യാണ്. കൺസ്ട്രെയിൻ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ എഡ്ജുകൾ കൊടുത്തു. ഈ ഒരു എഡ്ജും വന്ന് എന്ത് ചെയ്യണം, മെയ്റ്റ് ആവണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്തായിരിക്കണം എപ്പോഴും എന്ത് വരേണ്ടത്, വലിയ ഫേസ് വരേണ്ടത്. ഇപ്പോഴത്തെ ഭാഗത്ത് വേണം ചെറിയ ഫേസ് വരാൻ. അപ്പോൾ ഞാൻ വലിയ ഫേസിൻ്റെ അടിഭാഗത്തെ എഡ്ജും ഈ ഷാഫ്റ്റിൻ്റെ ഈ എഡ്ജും ഞാൻ എന്ത് ചെയ്തു, കൺസ്ട്രെയിൻ ചെയ്തു. ഇനി ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് പുറത്തേക്ക് വെച്ചു. ഇനി ഞാൻ കൺസ്ട്രെയിൻ ചെയ്യാൻ പോണ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു എഡ്ജ്. അതായത് ഈ എഡ്ജാണ് എന്ത് ചെയ്യേണ്ടത്, എഡ്ജാണ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഫേസാണ് സെലക്ട് ആവുക. ഈ ഒരു ലൈൻ മാത്രം വരുന്ന തരത്തിൽ വരിക. അപ്പോൾ ഈ എഡ്ജാണ് സെലക്ട് ആവുക, എഡ്ജും പിന്നെ ഇതിൻ്റെ ഈ അടിഭാഗത്തെ എഡ്ജും. ഓക്കെ, ടാപ്പർ കീൻ്റെ ഈ അടിഭാഗത്തെ എഡ്ജും സെലക്ട് ചെയ്താൽ അവിടെ ഇതിപ്പോൾ ഫുള്ളി കൺസ്ട്രെയിൻഡ് ആയിട്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ നീക്കിയാലും രണ്ടും കൂടി ഒരുമിച്ച് നീങ്ങുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഷാഫ്റ്റൻറ്റും ടാപ്പർ കീയും കൺസ്ട്രെയിൻഡ് ആയി. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഫ്ലാഞ്ചിനെ കൊണ്ടുവരാൻ പോണ്. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് പൊസിഷനിൽ നിർത്തട്ടെ. ഓക്കെ, നമ്മുടെ ആ ഒരു പൊസിഷനിൽ നിർത്തിയിട്ട് ഇനി ഞാൻ ഫ്ലാഞ്ചിനെ കൊണ്ടുവരുമ്പോൾ ഇതിൽ ഈ സ്ലോട്ട് ഈ എന്നെ ഫേസ് ചെയ്ത തരത്തിൽ നിൽക്കണം. ഈ സ്ലോട്ട് എന്ന് പറയുന്നത്, ഈ സ്ലോട്ട് എന്നെ ഫേസ് ചെയ്ത തരത്തിൽ നിൽക്കണം. അപ്പോൾ ഞാനിതിനെ എന്ത് ചെയ്യണം, ജസ്റ്റ് വൈയിൽ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്തു. സ്ലോട്ട് ഇപ്പോൾ എന്നെ ഫേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്ലോട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ വെർട്ടിക്കലാണ് ആ സ്ലോട്ട് ഇരിക്കുന്നത്. അതൊന്ന് എന്ത് ചെയ്യണം, ഹൊറിസോണ്ടലാക്കി വെക്കണം. ഞാൻ എന്ത് ചെയ്തു, എക്സിൽ റൊട്ടേറ്റ് ചെയ്തു. പക്ഷേ കീ വരേണ്ടത് എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലാണ് കീ വരേണ്ടത്. ഈ കീവേ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, കീവേ വരേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് റൈറ്റ് സൈഡിൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, വീണ്ടും ഒന്ന് എക്സിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് എക്സിൽ റൊട്ടേറ്റ് ചെയ്താൽ കറക്റ്റ് കീ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ മാറി സ്ലോട്ട് തന്നെ ഫേസ് ചെയ്ത് തരത്തിലാക്കി. ഓക്കെ, ഇതിനെ ഇനി പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതിനെ പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി കൺസ്ട്രെയിൻ ചെയ്യാൻ പോണ്. ഇതിനെ കൺസ്ട്രെയിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആക്സിസ് കൺസ്ട്രെയിൻ ചെയ്യണം. ആക്സിസ് കൺസ്ട്രെയിൻ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, സർക്കുലർ ഫേസ് ഉള്ള ആ ഒരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആക്സിസ് കിട്ടും. ഇനി ഇതിൻ്റെ സർക്കുലർ ഫേസിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ആക്സിസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കൺസ്ട്രെയിൻഡ് ആയിട്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ പുറത്തേക്കാക്കി വയ്ക്കുകയാണ്. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് ഫ്ലഷാണ്. ഫ്ലഷ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഇതിന് പാരലാക്കി വെക്കണം. പക്ഷേ പാരലാക്കി വെക്കേണ്ടത് ഈ ഒരു പോർഷൻ അല്ല, നമുക്ക് ഈ ഉള്ളിലുള്ള ഈ സ്ലോട്ടിൽ വരുന്ന ഈ ഒരു ഫേസാണ്. സ്ലോട്ടിൻ്റെ ഏറ്റവും അറ്റഭാഗത്തുള്ള ഈ ഫേസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഫേസും എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ഫേസും എന്ത് ചെയ്യുക, ഫ്ലഷ് ചെയ്യുക. കണ്ട, ഇവിടെയാണ് പാരലായിട്ട് വരേണ്ടത്, അതല്ലാണ്ട് ഇവിടെയല്ല. ഇവിടെയാണെങ്കിൽ ഷാഫ്റ്റ് ഇങ്ങോട്ട് കയറി നിൽക്കും, ഈ സ്ലോട്ട് ഏതാണ്ട് അടയും. അങ്ങനെയല്ല നിൽക്കേണ്ടത്. നമുക്ക് ഈ സ്ലോട്ടിലേക്ക് നമുക്ക് നമ്മുടെ ഡിസ്കിൻ്റെ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന പോർഷനില്ലേ, അത് കയറി പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിലത്തെ ഫേസും ഈ ഫ്ലാഞ്ചിൻ്റെ ഈ ഷാഫ്റ്റിൻ്റെ ഈ എൻഡുമാണ് എന്ത് ചെയ്യേണ്ടത്, ഫ്ലഷ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഷാഫ്റ്റ് ഇങ്ങനെ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഫുള്ളി കൺസ്റ്റൻ്റ് ആവില്ല. ഷാഫ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞ് കളിക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാപ്പർ കീ എന്ന് പറയുന്നത് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു കൺസ്ട്രെയിൻ കൂടി കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഫ്ലാഞ്ചിൻ്റെ ഈ എഡ്ജും ഷാഫ്റ്റിൻ്റെ ഈ എഡ്ജും കൂടി കൺസ്ട്രെയിൻ ചെയ്യുക.
അപ്പോൾ ഇനി എന്ത് ചെയ്യില്ല, ഈ കീ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് തിരിക്കില്ല, ഇങ്ങനെ കിടന്ന് തിരിയില്ല. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇനി ഫുള്ളി കൺസ്റ്റൈൻഡ് ആയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഡിസ്കിനെ കൊണ്ടുവരാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഇതിനെ കോപ്പി ചെയ്യാം. അതായത് ഇവിടെ കണ്ടല്ലോ, ഇവിടെ ശരിക്കും 4 പാർട്ടുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, 2 ഷാഫ്റ്റ് വരണം. അതായത് 2 ഷാഫ്റ്റ്, കീ, ഫ്ലാഞ്ച്. അതായത് ഒരെണ്ണം ഡിസ്കിൻ്റെ ഇപ്പുറത്തും വരണം, ഒരെണ്ണം ഡിസ്കിൻ്റെ ഇപ്പുറത്തും വരണം. ആ ഒരു തരത്തിൽ വേണം നമുക്കിതിനെ വയ്ക്കാൻ. അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ ആകെ ഈ ഒരു ഫ്ലാഞ്ചും ഇതും ഓരോന്ന് വരച്ചാൽ മതി. ഇനി എന്നിട്ട് നമുക്ക് ഇപ്പുറത്തും കൂടി ഒരെണ്ണം വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇതിനൊന്ന് കോപ്പി ചെയ്യാം. ഇത് ഇപ്പോൾ നമ്മൾ വരച്ചാണ് ഒന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാമല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ട്രീയിൽ പോയിട്ട് എല്ലാം ഒന്ന് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഓരോന്ന് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കോപ്പി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ കോപ്പി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇത് 2 എണ്ണമായിട്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിനെ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കിനെ കൊണ്ടുവരാം. അതിന് മുമ്പായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ടാ. ഓക്കെ, ഇനി ഞാൻ ഡിസ്കിനെ കൊണ്ടുവരാണ്. ഡിസ്കിനെ കൊണ്ടുവരാനായിട്ട് കണ്ട, അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഡിസ്ക് അങ്ങനെ ആ ഒരു പൊസിഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല, അതിനനുസരിച്ച് മാറ്റി കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ കറക്റ്റ് എനിക്ക് അത് ആ ഒരു തരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിനെ കൺസ്ട്രെയിൻ ചെയ്യാൻ പോവാണ്. കൺസ്ട്രെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ആക്സിസ് വെച്ച് ആദ്യം തന്നെ കൺസ്ട്രെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സർക്കുലർ ഫേസിൽ നമുക്ക് കൊണ്ട് വെച്ചാലാണ് എന്ത്, നമുക്ക് ആ ഒരു ആക്സിസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സർക്കുലർ ഫേസിൽ വെച്ചു, ഒരു ആക്സിസ് സെലക്ട് ആയി. ഇനി അടുത്ത സർക്കുലർ ഫേസിൽ ഈ ആക്സിസ് സെറ്റായി. ഓക്കെ, ഇതിപ്പോൾ ഇത് ഉള്ളിലേക്ക് കയറി പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പുറത്തേക്ക് ഇറക്കി വയ്ക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതൊന്ന് വന്ന് ഈ സാധനം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഈ സ്ലോട്ട് എന്ന് പറയുന്നത് 15 ഉണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സ്ലോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആകെ 12 ഉള്ളൂ. അപ്പോൾ ശരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവില്ല, ഒരു ചെറിയൊരു ക്ലിയറൻസ് ഉണ്ടാവും അവർ തമ്മിൽ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കൺസ്ട്രെയിൻ ചെയ്യാനായിട്ട് ഇതിൽ നമ്മുടെ ഫിഗറിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം. അതായത് ഈ ഒരു പോർഷനിൽ കണ്ട, ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ട്, ഈ ഒരു പോർഷനിൽ ഒരു ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ എൻഡ് കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഈ ഒരു ഫേസിൽ ഒന്നും ടച്ച് ചെയ്യില്ല, ഒരു ക്ലിയറൻസ് വരും. അപ്പോൾ ഇവിടെ ആകെ ടച്ച് ചെയ്യണത് നോക്കിയേ, ഈ ഒരു എൻഡ് കണ്ട, ഈ ഒരു എൻഡ് നമ്മുടെ ഈ ഒരു ഡിസ്കിൻ്റെ ഈ ഒരു എഡ്ജിൽ വന്ന് മീറ്റ് ആവും. അതായത് ഈ ഒരു പോർഷൻ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, കൺസ്ട്രെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞാൻ കണ്ട ഈ ഒരു എഡ്ജാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ട ഈ ഒരു എഡ്ജ്, ഡിസ്കിൻ്റെ ഈ എഡ്ജും പിന്നെ നമ്മുടെ ഫ്ലാഞ്ചിൻ്റെ ഈ എഡ്ജും, ഫ്ലാഞ്ചിൻ്റെ ഈ എഡ്ജുമാണ് എന്ത് ചെയ്യുക, മേറ്റ് ആവുക. അപ്പോൾ നോക്കി, ഇപ്പോൾ കറക്റ്റായില്ലേ, നോക്കി ഇവിടെ ഒരു ക്ലിയറൻസ് വന്നിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് കയറില്ല, അപ്പോൾ ഒരു ക്ലിയറൻസ് വരും. ഈ ഡിസ്ക് ഇനി ഈ ഒരു ഫ്ലാഞ്ചുമേക്ക് കറക്റ്റായിട്ട് അസംബിൾഡ് ആയിട്ട്, ഇനി ഇത് മറ്റേ ഒരു ഫ്ലാഞ്ചുമേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസ്കിൻ്റെ ഈ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന പോർഷൻ ഈ സ്ലോട്ടിലേക്ക് ഇറങ്ങി പോകണം, ഈ ഒരു ഫ്ലാഞ്ചിൻ്റെ സ്ലോട്ടിലേക്ക് പോകണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ആദ്യം തന്നെ ആക്സിസ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, കൺസ്ട്രെയിൻ ചെയ്യുന്നില്ല. ആക്സിസ് നമ്മൾ അവസാനമാണ് കൺസ്ട്രെയിൻ ചെയ്യുന്നത്. കാരണം ഓൾ ലാംപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സിസ് ഒരു ഓഫ്സെറ്റ് ഉണ്ട്. അതായത് നോക്കി കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഡിസ്കും ഇപ്പോൾ കൊടുക്കാൻ പോണ ഈ ഫ്ലാഞ്ചിൻ്റെയും തമ്മിലൊരു ആക്സിസിനൊരു ഓഫ്സെറ്റ് ഉണ്ട്, ഒരു എക്സെൻട്രിസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ കൺസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെന്ത് ചെയ്യണം, അവസാനമാണ് കൺസ്ട്രെയിൻ ചെയ്യുന്നത് ആക്സിസിനെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫ്ലാഞ്ചിനെ നമുക്ക് ഇതിപ്പോൾ ഒരേ ഡയറക്ഷനിലാണ് കിടക്കുന്നത്, ഒരേ ഒരു പാറ്റേണിലാണ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് ഓപ്പോസിറ്റാക്കി വരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യാൻ പോണത് ഈ ഒരു ഫേസാണ്. ഈ ഒരു ഫേസും എന്ത് ചെയ്യും, കൺസ്ട്രെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിനെ എന്ത് ചെയ്യും, ജസ്റ്റ് മെയ്റ്റ് കൊടുക്കും. അപ്പോൾ എന്തായി, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയി മാറി.
ആദ്യം തന്നെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഫ്ലഷിലാണ് കിടക്കുക. ഇതിനെ ഒന്ന് മെയ്റ്റിക്ക് ആക്കുമ്പോൾ ഇതൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയി മാറി. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ കൺസ്ട്രെയിൻ നമുക്ക് ഈ ഒരു എഡ്ജ് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതായത് ഈ ബൾജ് ചെയ്ത പോർഷനും ഈ ഒരു സർക്കുലർ ഫേസും തമ്മിൽ കണക്ട് ചെയ്യണ ഈ ഒരു എഡ്ജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേതെങ്കിലും ഒരു എഡ്ജ്, ഇതല്ലെങ്കിൽ ഈ പുറത്തേക്ക്, അതായത് ഈ സ്ലോട്ടിലെ പുറത്തേക്ക് നിൽക്കണം ഏതെങ്കിലും ഒരു എഡ്ജ്, ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു സ്ലോട്ടിലേക്ക് കയറി പോയിൻ്റ്, ഇത് എന്നിട്ട് എന്ത് ചെയ്യുക? ഓക്കെ കൊടുക്കുക. കറക്റ്റായിട്ട് സ്ലോട്ടിലേക്ക് കയറി പോയിൻ്റ്. ഇനി അഥവാ ഇപ്പോൾ ആ ഒരു സ്ലോട്ടിലേക്ക് കയറി പോയിട്ടില്ല എന്നിരിക്കാം, അപ്പോൾ നിങ്ങൾ കൊടുത്ത ആ ഒരു എഡ്ജ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിനെ ഈ ഒരു സൊല്യൂഷനിൽ പോയിട്ട് അലൈൻമെൻറ്റും ഒപ്പോസും നമ്മളൊന്ന് മാറി കൊടുത്താൽ ഏതാണ്ട് കറക്റ്റായിട്ട് വരും. ഇതിലിപ്പോൾ കറക്റ്റ് ഒപ്പോസ് വന്ന കാരണമാണ് ഈ ഒരു ഡയറക്ഷനിലേക്ക് വന്നത്. ഇനിയിപ്പോൾ അലൈൻമെൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒപ്പോസ് എന്നുള്ള ഒരു ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും. ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ട് ഇനി നമുക്കതിനെ ആക്സിസിനെ നമുക്ക് കൺസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് ആക്സിസൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഒരു ടോപ്പ് ഇതിലേക്ക് കറക്റ്റായിട്ട് വെച്ചു, ടോപ്പ് ഫേസിലേക്ക്. അപ്പോൾ ടോപ്പ് ഫേസിലേക്ക് വെച്ചപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ഇതിന് ഒരു എക്സെൻട്രിസിറ്റിന് പോയി ഇത്രയൊരു പൊക്കം പോലെ അങ്ങനെ, അതായത് ഇതൊന്നും കറക്റ്റ് ഒരു ആക്സിസിലായിരിക്കില്ല, ഒരു ചെറുതായിട്ടൊന്ന് ഈ ഒരു ഭാഗം പൊങ്ങി നിൽക്കും. അപ്പോൾ ആ ഒരു തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കൺസ്ട്രെയിൻ എടുക്കുക, ഇതിൻ്റെ ആക്സിസും വയ്ക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് ആക്സിസ് കറക്റ്റായിട്ട് കൺസ്ട്രെയിൻ ആയിട്ടുണ്ട്. പക്ഷേ ഇതിന് നമുക്കൊരു ഓഫ്സെറ്റ് കൊടുക്കണം. ആ ഓഫ്സെറ്റ് കൊടുക്കാനുള്ളൊരു ഡയമെൻഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ എന്ന് പറഞ്ഞ ഒരു പോർഷൻ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോർഷൻ ഈ ടേബിളിൽ കാണിച്ചു കഴിഞ്ഞാൽ 0.05D ആണ്. 0.05D. ഇതിലെ D എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് കണ്ടത്. ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഡയമെൻഷനാണ് D. അതായത് ഷാഫ്റ്റിൻ്റെ ഇവിടെ ഡയമെൻഷൻ എത്രയാണ്? 48. അതായത് 0.05D എന്ന് പറയണത് അപ്പോൾ എന്താണ്? 0.05 ഇൻറ്റു 48 എന്ന് പറയണത് 2.4 ആണ്. 2.4 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ 2.4 ആണ് ഈ ഓഫ്സെറ്റ് നമുക്ക് കൊടുക്കണം. 2.4 mm കണ്ടാ. അപ്പോൾ ഒരു ഓഫ്സെറ്റ് വന്നു കണ്ടാ. ഈ രണ്ട് ആക്സിസ് തമ്മിലൊരു ചെറിയൊരു ഓഫ്സെറ്റ് വന്നു കണ്ടാ. ജസ്റ്റ് ഈ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന പോർഷൻ, ഡിസ്കിൻ്റെ ഈ ബൾജ് ചെയ്തിരിക്കുന്ന പോർഷൻ കുറച്ച് അപ്സൈഡായിട്ട് ഒന്ന് മുകളിലേക്ക് കയറി വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾ ഡാംസ് കപ്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അസംബ്ലിയും പാർട്ട് ജോയിനിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.